ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. SSF പെരിങ്ങത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ ഈ വർണ്ണാഭമായ വേദി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ കഥ പറയാനാണ് വന്നത്. എന്റെ കഥയുടെ പേര് ചെറിയ കുടിലിന്റെ വലിയ കഥ. കൂട്ടുകാരെ, അത് ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിം ഉമ്മത്തിനെ നയിക്കാൻ മഹാനായ അബൂബക്കർ തങ്ങൾ ഖലീഫയായി ഭരണം നടത്തുന്ന കാലം മുഴുവൻ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന തിരക്കിലാണ് മഹാനവറുകൾ. എന്നാൽ ആ ഭരണകാലത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയെ എപ്പോഴും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്താണെന്നോ, ദിവസവും സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖലീഫയെ പെട്ടെന്ന് കാണാതാകും, എവിടേക്കോ പോകും. സ്ഥിരമായി കാണാതായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്. അദ്ദേഹം എല്ലാ ദിവസവും എവിടേക്കാണ് പോകുന്നത് എന്ന് കണ്ടുപിടിക്കണമല്ലോ. എന്നാലും എവിടേക്കായിരിക്കും? ഇതറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഖലീഫയുടെ പിന്നാലെ പോയി. കുറേ ദൂരം നടന്ന് അവർ മദീനയുടെ അതിർത്തിയിലെത്തി. പിന്നെയും നടന്നു. അവസാനം ഒരു ചെറിയ കുടിലിനടുത്തെത്തി. അബൂബക്കർ തങ്ങൾ അങ്ങോട്ടും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ആരുടെ കുടിലാണ്? ആരാണ് ഇതിന്റെ ഉള്ളിൽ? ചിന്ത കാടു കയറുകയാണ്. സമയം തെന്നി മറയുകയാണ്. സൂര്യൻ മെല്ലെ ഉദിച്ചു വരികയാണ്. ഖലീഫ മടങ്ങുകയാണ്. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കുടിലിലേക്ക് കുതിച്ചു. ചെന്നപ്പോഴാണ് തങ്ങളാ കാഴ്ച കാണുന്നത്. ഒരു വൃദ്ധയായ പാവപ്പെട്ട സ്ത്രീ കിടക്കുന്നു. അടുത്തായി 2 കുട്ടികൾ. ഉമർ റളിയല്ലാഹു അൻഹു ആ വൃദ്ധയോട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ഉമ്മീ, നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ അവസ്ഥ? സ്ത്രീ മറുപടി നൽകി, മോനെ, ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്. എന്റെ ബാപ്പയും എന്റെ തുണയും എന്നെ വിട്ടുപോയി. അല്ലാഹു അല്ലാതെ വേറെ ആരും എനിക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, തന്നേക്കാൾ മുന്നേ വന്നവർ ആരാണ്? അവർ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? സ്ത്രീ മറുപടി നൽകി, അറിയില്ല മോനെ. അദ്ദേഹം എന്നും അതിരാവിലെ വന്ന് എന്റെ മൂത്രവും കാഷ്ടവും വൃത്തിയാക്കി തരും. ഞങ്ങൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്തു തരും. വേറെ ഒന്നും അറിയില്ല മോനെ. കേട്ടപാടും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, യാ അബൂബക്കർ, നിങ്ങൾക്കു ശേഷമുള്ള ഖലീഫമാർക്ക് ക്ഷീണമാണല്ലോ. ഈ ചരിത്രം നമ്മളോട് പറയുന്നത് എന്താണെന്നോ, നാം ആരൊക്കെയാലും എത്ര ഉന്നതിയിലെത്തിയാലും സ്നേഹപൂർണമായ സേവനമാണ് നമ്മളെ ഉന്നതനാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ കുടിലിന്റെ വലിയ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.